നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. കാരണം സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ചൊവ്വയും നിൽക്കുന്നുണ്ട്. കർക്കടകൻ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ 19-ാം തീയതി കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിലേക്ക് വരും. അപ്പോൾ ശുഭയോഗത്തോടു കൂടിയിട്ട് വരുന്ന ലഗ്നം, ലാഭാധിപതിയും 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു, ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 16-ാം തീയതി സൂര്യൻ ലഗ്നത്തിലേക്ക് വരും. അപ്പോൾ 16-ാം തീയതി വരെ 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യത ആ സമയത്തുണ്ട്. കുറച്ച് യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. എന്നാലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് ഈ കാലയളവിലൊക്കെ യോഗം കാണുന്നത്. നേതൃത്വപരമായിരിക്കുന്ന തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുണ്ട്. 4-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുകയും 4-ാം ഭാവ ശുദ്ധി വരികയും ചെയ്തു എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത്. എന്നാൽ അഷ്ടമത്തിലാണ് അലസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നടുവേദന പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കഴുത്തിന് വേദന, കാലിൻ്റെ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തുള്ള വേദന, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രോഗമായിട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ആയുർക്കാരകനായത് കാരണം ദീർഘായുസ്സിനെ കൊടുക്കുമെങ്കിലും ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയാണുള്ളത്. ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഭാഗ്യക്കുറവ് വരിക എന്ന് പറയുന്നൊരവസ്ഥയും ഉണ്ട്. അതേപോലെ തന്നെയാണ് സഹായസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ ആരിൽ നിന്നെങ്കിലും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാൻ ഇടവരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ദോഷമായിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൂടുക. 16-ാം തീയതി വരെ ഇങ്ങനെയുള്ളൊരു പ്രശ്നം സൂര്യൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടെന്ന് മാത്രമല്ല ദ്വിദ്വാദശ യോഗം ചെയ്ത് നിൽക്കുന്നതിനും ചിലപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഈ കാലയളവിൽ വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ്. 16-ാം തീയതിക്ക് ശേഷം ചന്ദ്രലഗ്നത്തിലേക്ക് സൂര്യൻ വരുന്ന സമയത്ത് കുറച്ച് ദേഷ്യം, എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.